ഹായ്, ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണേ. അപ്പോൾ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മണി പ്ലാന്റ് വീട്ടിൽ നല്ല ഗ്രോത്തിൽ നല്ല ബുഷിയായിട്ട് തന്നെ വളർത്താം. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ ഇലകൾക്ക് വാട്ടം, അതുപോലെ അതിൻ്റെ അറ്റം കരിഞ്ഞു പോകുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ ഒരു ഭംഗിയില്ലാതെ നിൽക്കുക. അപ്പോൾ പക്ഷേ അങ്ങനെയൊന്നുമല്ല, നമ്മളുടെ വീട്ടിൽ തന്നെ ഈ ഒറ്റ ഒരു സൂത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല ബുഷിയായിട്ടും അതുപോലെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളർ, ആ ഒരു ഇലകൾ കാണുമ്പോൾ തന്നെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്കുണ്ട്. അത്രയ്ക്ക് നല്ല നല്ല പച്ച കളറും അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടും മണി പ്ലാന്റ് എപ്പോൾ കാണുമ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കുവാനായിട്ട് ആ ഒരു ഇലകൾക്ക്. അതുപോലെ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചിട്ട് നമ്മൾ മണ്ണിൽ നട്ട് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ലതുപോലെ വേര് പിടിച്ച് നല്ല ഒരു രീതിയിൽ കിളിർത്ത് കിട്ടുവാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ എല്ലാ വീട്ടിലും ഗ്രീൻ പീസ് വെള്ളത്തിലിടുമല്ലോ, നമ്മൾ പിറ്റേന്ന് രാവിലെ കറി വെക്കുവാനായിട്ട്. അപ്പോൾ തലേന്നേ വെള്ളത്തിലിടുന്ന, അപ്പോൾ രാവിലെ എടുത്ത ശേഷം അത് നല്ലതുപോലെ കഴുകി ആ ഒരു വെള്ളം കളയരുത് കേട്ടോ. ഈ ഒരു വെള്ളം എടുത്തിട്ട്, അപ്പോൾ ഒരു പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് വളരെയധികം അടങ്ങിയിട്ടുള്ള ഒരു ഇത് അടങ്ങിയിട്ടുണ്ടല്ലോ ഗ്രീൻ പീസിനകത്ത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലും അതിൻ്റെ ആ ഒരു നല്ലതുപോലെ ആ ഒരു എനർജി ചെടികൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത്തിരി തേങ്ങ പൊട്ടിക്കുന്ന വെള്ളവും കൂടെ മിക്സ് ചെയ്ത ശേഷം ഈ മണി പ്ലാന്റിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയിട്ടും എവിടെ സെറ്റ് ചെയ്തേക്കുന്നതായാലും അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് ഇതിൻ്റെ ഇലകളിലും തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കിയേ, ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു മണി പ്ലാന്റ് പെട്ടെന്ന് തന്നെ തഴച്ചു വളരുകയും അതുപോലെ തന്നെ ഇലകൾക്കൊക്കെ നല്ല കളർ, നല്ല പച്ച കളറും അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലേസിങ്ങും ഇലകൾക്കൊക്കെ നല്ലൊരു പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്രോത്തും ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്കൊരു 2 ഒരാഴ്ചക്കുള്ളിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. പെട്ടെന്നായിരിക്കും തഴച്ചു വളരുന്നതും അതുപോലെ ആ ഒരു വാട്ടലും ഒക്കെ മാറിയിട്ട് നല്ല ബുഷിയായിട്ട് നല്ല ഒരു കളറിലും കിട്ടും. അപ്പോൾ ഈ ഒരൊറ്റ വളം മാത്രം മതി മണി പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. ഈ ഒരു ടിപ്പൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ അതുപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് പല രീതിയിൽ മണി പ്ലാന്റ് നട്ടുകൊടുത്ത് നല്ല ഒരു ഷേപ്പിലൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അത് ബുഷിയായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളർത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ മണി പ്ലാന്റ് ഇല്ലാത്ത വീടുകളും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു കിച്ചണിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെ യൂസ്ഫുള്ളായൊരു വീഡിയോ എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.